ആഴത്തിൽ കുഴിയുന്ന നിശബ്ദതയിലൂടെ ഒരു തിരിയാനായ നിമിഷം അടുക്കുന്നു. തുലാം രാശിക്കാരന്റെ ഉള്ളിൽ പതിയുന്ന പഴയ നൊമ്പരങ്ങൾ, അനുഭവങ്ങളുടെ അനിശ്ചിതത്വം, ആത്മാവിൽ വീണ പഴയ ഭാരങ്ങൾ എല്ലാം ഒന്നു തിരിഞ്ഞു നോക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു രഹസ്യശക്തി നിങ്ങളുടെ ജീവിതത്തിന്റെ പടയൊരുക്കം മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. അത് സാധാരണയൊന്നുമല്ല. അത് ഒരു കർമ്മമാറ്റം, ഒരു വിധിയുടെ വളവ്, ഒരു വെളിച്ചത്തിലേക്ക് തുറക്കുന്ന കതവ് തന്നെയാണ്. കണക്കുകൂട്ടി ഭാവിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ചില കാര്യങ്ങൾ സംഭവിക്കാനാണ് പോകുന്നത്. നിങ്ങളെ ഉള്ളിൽ നിന്ന് മാറ്റിയെടുക്കുന്ന ആ ശക്തിയുടെ പാത ഇപ്പോൾ മനസ്സിലാക്കാൻ തുടങ്ങുക. കാരണം ഈ സമയത്ത് ആകാശം തന്നെ നിങ്ങളുടെ ആത്മാവിനോട് സംസാരിക്കുന്നു. തുലാം രാശിയുടെ ഭരണഗ്രഹമായ ശുക്രൻ നൂലിന്റെ മുതൽക്കെട്ടിൽ തന്നെ മാറ്റത്തിനുള്ള അടയാളങ്ങൾ കാണിക്കുന്നു. അവന്റെ പ്രകാശം നിങ്ങളെ ഭംഗിയായി കാണിക്കുന്നതല്ലാതെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന യഥാർത്ഥ മൂല്യം പുറത്തു കൊണ്ടുവരാനുള്ള ആവശ്യം ഉണർത്തുന്നു. ഇതു സാധാരണ ഒരു ഗ്രഹചലനം അല്ല. ഇത് ആത്മാവിന്റെ പുനർജന്മത്തിന്റെ തുടക്കം ആയി കാണാം. ഈ ദിവസങ്ങളിലായി നിങ്ങൾ കാണും, ചില ബന്ധങ്ങൾ വിചിത്രമായി അകന്നു പോകും, ചില ഓർമ്മകൾ വേദനപ്പെടുത്തും, പക്ഷേ അതിൽ ഒരു ഔഷധം ഒളിഞ്ഞിരിക്കും. അതാണ് നിങ്ങളുടെ ആത്മീയ പുനരുജ്ജീവത്തിന്റെ പരിശുദ്ധ കേന്ദ്രീയം. രഹു ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ ദിശയിൽ കയറി നിൽക്കുകയാണ്. അതിനാൽ സ്വപ്നങ്ങൾ അപ്രതീക്ഷിതമായി വലുതായി തോന്നും, ചിലപ്പോൾ ഭ്രാന്തമായ പ്രതീക്ഷകളും തലയിൽ ചേരും. പക്ഷേ അതിൽ പേടിക്കേണ്ടതില്ല. രഹു മുഴുവൻ നിഴലിന്റെ ഗ്രഹമാണ്, പക്ഷേ നിഴലിനുള്ളിൽ വെളിച്ചം കാണാനാണ് അവൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാണ് നിങ്ങളുടെ കൂട്ടുകാർ, ആരാണ് നിങ്ങളുടെ യഥാർത്ഥ വിരുദ്ധർ എന്നു നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. ഈ പുതിയ തിരിച്ചറിവ് നിങ്ങളെ വേദനിപ്പിക്കും, കാരണം ഏറെക്കാലം നിങ്ങളെ വെറും പ്രകടനങ്ങളിലാണ് പിടിച്ചു നിർത്തിയിരുന്നത്. പക്ഷേ വേദനയിലൂടെ വരുന്ന തെളിച്ചം മാത്രമാണ് യഥാർത്ഥ മോക്ഷം. ശനി ഇപ്പോൾ നിങ്ങളുടെ ഭാവനയുടെയും ഉത്തരവാദിത്തത്തിന്റെയും ഇടയിലൂടെ സഞ്ചരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ നിങ്ങൾ അനുഭവിച്ച ചേതനകളുടെ ക്ലേശം യാദൃശ്ചികമല്ല. ശനി നിങ്ങളെ മുടക്കാൻ അല്ല, നിങ്ങളെ തിരിച്ചു നിർത്തി യാഥാർത്ഥ്യത്തിലേക്ക് തള്ളിതുറക്കാനാണ് ശ്രമിക്കുന്നത്. അതിനാൽ ഈ കാലഘട്ടം വിഷമം നിറഞ്ഞതായിരുന്നു എങ്കിൽ ആ വിഷമം തന്നെ ഉണർന്ന ആത്മാവിന്റെ അടയാളം ആണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ അതുവരെ ചെയ്ത പരിശ്രമങ്ങൾ വില കുറഞ്ഞതല്ല. ഭൂമിയുടെ ഊർജങ്ങൾ തന്നെ ഇപ്പോൾ നിങ്ങളുടെ പക്കൽ ചേർന്നു പ്രവർത്തിക്കുന്നു. അടുത്ത 10 ദിവസങ്ങൾക്കുള്ളിൽ ആദ്യ മാറ്റം പ്രകടമായി തോന്നിത്തുടങ്ങും. നിങ്ങൾ മറന്നുപോയ ഏതെങ്കിലും സ്വപ്നം പെട്ടെന്നായി വീണ്ടും മനസ്സിലേക്ക് വരും. ആരോ പറഞ്ഞു പോകുന്ന ഒരു വാക്ക്, ഒരു പഴയ സംഗീതം, ഒരു വെള്ളിമേഘത്തിന്റെ കളി, അതിൽ എല്ലാം ഒരു ഹസ്യ അടയാളമുണ്ടാകും. ഈ അടയാളം നിങ്ങളുടെ ജീവിതത്തെ രണ്ടായി വിഭജിക്കും, പഴയ ഞാൻ എന്നൗകംഠയെയും പുതിയ ആത്മസ്വരൂപവും. ഇനി നിങ്ങൾ പഴയ രീതിയിൽ കാര്യങ്ങൾ കാണാനാവില്ല. കാരണം നിലവിലെ ജ്യോതിഷസ്ഥിതികൾ നിങ്ങളുടെ മനസ്സിനുള്ളിൽ വലിയ സമ്മർദ്ദനം സൃഷ്ടിക്കുന്നു. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും തോന്നുക, പക്ഷേ അത് ഒറ്റപ്പെട്ടതല്ല. അത് തുലാം രാശിക്കാരന്റെ ആത്മിക യാത്രയുടെ നിർബന്ധ ഘട്ടമാണ്. ധനകാര്യമായി ഈ സമയത്ത് ചില വിചിത്ര മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. ചിലർക്ക് കടങ്ങൾ തീരും, ചിലർക്ക് പുതിയ കടങ്ങൾ വരാം. പക്ഷേ അത് എല്ലാം ഒരു വലിയ പടിപടിയായി അവതരിപ്പിക്കുന്ന വിധിയുടെ ഭാഗമാണ്. നിങ്ങളെ പിരിയിപ്പിക്കാൻ അല്ല, നിങ്ങളെ ശക്തനായവനാക്കാനാണ് ഈ അനുഭവങ്ങൾ ഉണരുന്നത്. ബന്ധങ്ങൾ വിഷയമാകുന്നവർക്ക് നവമത്തിലൂടെ ശുക്രന്റെ കോണം കനിഞ്ഞിരിക്കുന്നു. അതിനാൽ തണുപ്പ് തോന്നുന്ന ബന്ധങ്ങൾ വീണ്ടും ചൂടേറും. ചിലർക്ക് പഴയ പ്രണയം മടങ്ങിയെത്താനും സാധ്യതയുണ്ട്, പക്ഷേ അതേ പ്രണയം പുതിയ രൂപത്തിലാണ്. അവിടെ ഇനി പഴയ തെറ്റുകൾ ആവർത്തിക്കേണ്ടതില്ല. ഈ സമയം സംസാരിക്കുന്നത് ആത്മാവിന്റെ വഴിയിലൂടെ ഉള്ള ആത്മബന്ധമാണ്. കുടുംബപരമായി ചില ആശയമാറ്റങ്ങൾ ഉണ്ടാകാം. ചിലർ നിങ്ങളെ മനസ്സിലാക്കില്ല, ചിലർ അപ്രതീക്ഷിത സഹായവും കാണിക്കും. എന്നാൽ ഇതെല്ലാം കർമ്മത്തിന്റെ തുലാസിൽ ആത്മാവിന്റെ നിരണമാണ്. നിങ്ങൾ എവിടെ എത്ര സത്യം പുലർത്തുന്നു എന്നത് ഇപ്പോൾ പരിശയാധനയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വരുന്ന പരാജയങ്ങൾ, മിണ്ടാത്ത മനസ്സനക്കങ്ങൾ എല്ലാം നീതി കാണിക്കുന്ന സൂചനകളാണ്. അകാലത്തിൽ തോന്നുന്ന നഷ്ടം അവസാനം തുറക്കുന്ന വിജയത്തിന്റെ പടിവാതിൽ തന്നെ ആയിരിക്കും. ആരോഗ്യം സംബന്ധിച്ച് ചെറുതായി ശ്രദ്ധ വേണം, പ്രത്യേകിച്ച് ചിന്തകൾ അധികമായി വളരുമ്പോൾ. ദലവേദനകൾ, ഉറക്കക്കുറവ്, ഹൃദയത്തിലെ അലസത ഇവ ആത്മാവിന്റെ നിലവിളിയാണ്. അതിനാൽ ധ്യാനം, പ്രാർത്ഥന, ശ്വാസനിയന്ത്രണം എന്നിവയിലൂടെ ആത്മാവിനെ തണുപ്പിക്കുക. നിങ്ങളുടെ ശരീരം ഇപ്പോൾ ആത്മീയ പാതയിലൂടെ മാറുകയാണ്. അതിനാൽ അവിടെ ഉണ്ടാകുന്ന അസ്വസ്ഥത ശരിയായ മാറ്റത്തിന്റെ സൂചനയാണ്. അടുത്ത 7 ദിവസങ്ങളിലായി തലവേദന പോലെ തോന്നിയ പ്രശ്നങ്ങൾ വിചിത്രമായി പരിഹരിക്കപ്പെടും. ഒരു വഴിയില്ലെന്നാണ് തോന്നിച്ചതിനിടയിൽ തന്നെ സഹായം ലഭിക്കും. അത് മനുഷ്യരിൽ നിന്നല്ല, അത് നേരിട്ട് ധർമ്മത്തിന്റെ പാതയിൽ നിന്നായിരിക്കും. ചിലപ്പോൾ ഇത് ഒരു ഫോൺ കോൾ ആയി, മറ്റെപ്പോഴോ ഒരു കല്യാണമായ തീരുമാനം ആയി വരാം. അതിൽ നിങ്ങൾ വിചിത്രമായി ശാന്തിയും തോന്നും. ഈ ശാന്തി തന്നെയാണ് ആദ്യമാറ്റത്തിന്റെ വാതായനം. ജോലിക്കാരിൽ ചിലർക്കു മുൻപ് നിഷേധിച്ച അവസരം വീണ്ടും ലഭിക്കാം. അതിലൂടെയാണ് ശുക്രൻ തന്റെ കൃപ ചൊരിയാൻ പോകുന്നത്. മാനസികമായ അതിഭാരം കുറഞ്ഞവർക്ക് പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങാനുള്ള ധൈര്യം ലഭിക്കും. ധനത്തിന്റെ പടിവാതിൽ വീണ്ടും തുറക്കുന്നതായി ചില അടയാളങ്ങൾ ഇതിനകം പ്രകടമായിരിക്കും.
നിങ്ങൾ കരുതിയതിലധികം സാധ്യതകൾ അകലെ ഇല്ല. അവ ഇപ്പോൾ അടുത്തെത്തുകയാണ്. നിങ്ങൾ ചെയ്യുന്ന കർമ്മം വിശുദ്ധമാകുമ്പോൾ ഫലം ഉറപ്പാണെന്ന ശനി പറയുന്ന സന്ദേശം തന്നെയാണ് ഇപ്പോൾ നടപ്പിലാകുന്നത്. ചില ബന്ധങ്ങൾ നഷ്ടപ്പെടും. പക്ഷേ ആ നഷ്ടം തന്നെ പുതിയ വഴിയുടെ അടയാളമായിരിക്കും. ചിലർ എത്ര വ്യക്തമാക്കിയാലും മനസ്സിലാക്കാതെ പോകും. ചിലർ വിചിത്രമായി അടുത്തവരായി തോന്നും. ഇതെല്ലാം രഹുവിന്റെയും കേതുവിന്റെയും കളിമുറിയിലൂടെ നടക്കുന്ന ആത്മപരിശീലനങ്ങളാണ്. നിങ്ങളുടെ ആത്മാവിനെ സ്പർശിച്ചുകൊണ്ടാണ് ഈ കാര്യം നടക്കുന്നത്. അതുകൊണ്ട് ചില രാത്രികൾ ഉറക്കം പറക്കും. ചില പ്രഭാതങ്ങൾ പ്രത്യേകമായി വെളിച്ചം നിറഞ്ഞതായിരിക്കും. അത് അവസ്ഥകളിലെ മാറ്റം സൂചിപ്പിക്കുന്ന വെളിച്ചമാണ്. ഈ ഘട്ടം നിങ്ങളെ മുഴുവൻ മാറ്റാൻ ഒരുക്കുകയാണ്. അത് പുറത്തോൾ നോട്ടത്തിലല്ല, ഉള്ളിലായാണ്. നിങ്ങളുടെ സംസാരഭാവം, നന്ദിയുടെയും ദേഷ്യത്തിന്റെയും രൂപം, അങ്ങനെ ഹൃദയത്തിന്റെ തോഴ്മ എല്ലാം പുതു അളവുകൾ നേടും. നിങ്ങൾ അപ്രതീക്ഷിതമായി ആത്മവിശ്വാസം വീണ്ടെടുക്കും. പലരും അത് കാണുന്നില്ലെന്ന് തോന്നാം. പക്ഷേ ഈ ശക്തി ഭാവിയിൽ നിങ്ങളുടെ മുഴുവൻ ഉയിർത്തെഴുന്നേൽപ്പിനെ നിർണയിക്കും. തുലാം രാശിക്കാരന്റെ ഉള്ളിലെ ആത്മാവിനെ തെറ്റിദ്ധരിക്കാൻ പോകുന്ന ഈ സമയം ഒരു പ്രളയം പോലെയാണ്. ജലം മുകളിലേക്ക് കയറുമ്പോൾ പുറംകര മാറുന്നു, വേരുകൾ തുറക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതവും ഇപ്പോൾ മണ്ണിന്റെ അടുക്കൽ കുഴിച്ചു വേരുകൾ മാറ്റാൻ പോകുന്നു. ഇത് ഒരു സാധാരണ ജ്യോതിഷ സമയമല്ല. ഇത് ആത്മാവിന്റെ പുനർനിർമ്മാണത്തിന്റെ കാലഘട്ടമാണ്. ഉള്ളിലുള്ള തുകലുകൾ പെട്ടെന്നായി തുറക്കുകയാണ്, നിങ്ങൾക്കും മനസ്സിനും വേണ്ടി ഒരു പുതിയ ഭാവി ഉണ്ടാക്കാൻ. ഈ സമയത്തെ വിഷമം നിങ്ങൾ അതിനുമേൽ നിന്നുകൊണ്ട് മാത്രമേ കടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതേ വിഷമം തന്നെ നിങ്ങളുടെ വിമോചനത്തിന്റെ കീ ആയി മാറും. ഈ ഘട്ടത്തിൽ ഗുരുവിന്റെ കൃപ നിങ്ങളുടെ കർമ്മത്തിന്റെ വഴിയിൽ ആണ്. അദ്ദേഹം തന്നെയാണ് നിങ്ങളുടെ തെറ്റിദ്ധാരണകളെ തുറക്കുന്ന മാസ്റ്റർ. നിങ്ങൾ കരുതിയതു ശരിയാണെന്ന പോലെ തോന്നിച്ചിരുന്ന ചിന്തകൾ ഇപ്പോൾ വെളിപ്പെടും. അവ ശരിയല്ലെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ തുടങ്ങും. ഗുരു നിങ്ങളെ പഠിപ്പിക്കുന്നത് ഒരു പുതിയ വഴിയിലൂടെയാണ്. നിങ്ങൾ ഇത്ര വർഷങ്ങളായി പറിച്ചു നട്ട ചിന്ത അത് തന്നെയാകരുത്, പുതിയ മനസ്സുണ്ട് എന്നതാണ്. അതിനാൽ ഈ സമയത്ത് നിങ്ങൾക്ക് തോന്നും, എന്റെ യഥാർത്ഥ വഴി എന്താണ്? എന്റെ ശരിയായ സ്ഥാനം എവിടെയാണ്? ഈ ചോദ്യങ്ങൾ തന്നെയാണ് ഗുരു നിങ്ങളോട് ചോദിക്കുന്നത്. ശനി ഇപ്പോൾ നിങ്ങളുടെ കടന്നുപോയ ദിവസങ്ങളുടെ കണക്ക് തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചെയ്ത പ്രവൃത്തികൾ, നിങ്ങൾ അവഗണിച്ച ഉത്തരവാദിത്തങ്ങൾ, നിങ്ങൾ തള്ളിപ്പോയ പ്രാർത്ഥനകൾ എല്ലാം തുള്ളിത്തുള്ളിയായി തിരിച്ചുവരും. പക്ഷേ അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല. ശനി നിങ്ങളെ കുറ്റം പറയാൻ വന്നിരിക്കുന്നതല്ല, നിങ്ങളുടെ മനസ്സിനെ കൈപിടിച്ചു നടത്താനാണ്. ഈ സമയത്ത് നിങ്ങൾ അതിശയിക്കും, ഞാൻ എത്ര വർഷങ്ങൾ നേരിടാതെ ഓടിപ്പോയ പ്രശ്നങ്ങൾക്ക് തന്നെ ഇപ്പോൾ മുറിച്ചു കയറണം. അതിന്റെ നാടകം തന്നെയാണ് നിങ്ങളുടെ കർമ്മം പുനഃസ്ഥാപിക്കുന്ന ദിവസം. അടുത്ത 10,000-ൽ നിന്നുള്ള ദിവസങ്ങളിൽ രണ്ടാമത്തെ വലിയ വിട്ടുവീഴ്ച സംഭവിക്കും. നിങ്ങൾക്ക് തോന്നും, ഇതിനു മുൻപു എനിക്ക് ഒരിക്കലും ഇത്ര ശക്തമായ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത് ശരിയാണ്. അത് നിങ്ങളുടെ പുതിയ ആത്മാവിന്റെ സംസാരമാണ്. ഒരാളോട് നിങ്ങൾ ക്ഷമിക്കും, അതും വിചിത്രമായ ഒരു സമയത്ത്. അവർ അതിന്റെ നന്ദി മനസ്സിലാക്കാതിരിക്കും. എന്നാൽ അതിനു പിന്നിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ മാറ്റം നിലയുറച്ചു തുറക്കും. നിങ്ങൾ ഇനി പഴയ പോലെ പ്രതികാരത്തിന്റെ വഴിയിൽ നിൽക്കില്ല, മറിച്ച് സമാധാനത്തിന്റെ വഴിയിൽ നിൽക്കും. രഹുവിന്റെയും കേതുവിന്റെയും ചലനം നിങ്ങളുടെ ബന്ധങ്ങളെ ഒരു പുതിയ രീതിയിൽ കാണിക്കും. ചില ബന്ധങ്ങൾ അപ്രതീക്ഷിതമായി ദൂരം പിടിക്കും. ചില ബന്ധങ്ങൾ വിശ്വാസത്തിന്റെ പുറത്ത് വീണ്ടും കുതിക്കും. നിങ്ങൾ കരുതിയിരുന്ന സുഹൃത്ത് അങ്ങനെ തന്നെയാണെന്ന് തോന്നും. പക്ഷേ അതിന്റെ ആഴം ഇപ്പോൾ മനസ്സിലാകും. അതിനാൽ ഈ സമയത്ത് നിങ്ങൾ കാണും, ആരാണ് നിങ്ങളുടെ കഥയിലെ കൂട്ടാളികൾ, ആരാണ് കഥയിലെ വിഘ്നങ്ങൾ. ഇത് തന്നെയാണ് ആത്മാവിന്റെ ശുദ്ധീകരണം. നിങ്ങൾക്ക് തോന്നും ഒറ്റയ്ക്കായിരിക്കുന്നു. പക്ഷേ അത് ഒറ്റപ്പെടൽ അല്ല, ആത്മിക ഏകാഗ്രതയാണ്. കരിയറിൽ ചിലർക്ക് മുൻപ് തടവറ്റതായി കണക്കാക്കിയ വഴികൾ വീണ്ടും തുറക്കും. ഒരു പ്രാഥമിക പരാജയം പോലെ തോന്നിയ കാര്യം ഇപ്പോൾ വിജയത്തിന്റെ തുടക്കമായി തോന്നും. നിങ്ങൾ ചെയ്ത പഠനം, നിങ്ങൾ കഠിനമായി പണിയെടുത്ത പ്രോജക്റ്റുകൾ, അവയെല്ലാം ഇപ്പോൾ പുതിയ രൂപത്തിൽ മുന്നോട്ട് വരും. കെയർലെസ് ആയി ചെയ്ത കാര്യങ്ങളിൽ നിന്നുള്ള പിഴവുകൾ അപ്രത്യക്ഷമായി തുടങ്ങും. നിങ്ങൾ തോന്നും, ഈ സമയം യാഥാർത്ഥ്യത്തിൽ. ഈ സമയം യാഥാർത്ഥ്യത്തിന്റെ കൂടെ നിൽക്കുന്നു എന്ന്. ചിലർക്ക് പുതിയ ജോലി ബന്ധങ്ങൾ വരും. ചിലർക്ക് പഴയ ജോലിയിൽ തന്നെ പുതിയ ഉത്തരവാദിത്വം. ഇതെല്ലാം പുറം കാര്യങ്ങളല്ല, ഉള്ളിലെ ശാന്തിയും ആത്മവിശ്വാസവും നിങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ സാധ്യമാകൂ. ശനി നിങ്ങളെ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ എടുക്കാൻ പഠിപ്പിക്കുന്നു. അത് ഭാരം പോലെ തോന്നുമെങ്കിലും അതാണ് നിങ്ങളുടെ ആത്മവികാസത്തിന്റെ പടികൾ. ധനത്തിന്റെ കാര്യം വരുമ്പോൾ ഈ സമയത്ത് ചിലർക്ക് അപ്രതീക്ഷിതമായി ഒരു പ്രവാഹം തോന്നും. പഴയ കടം ഇത്ര എളുപ്പത്തിൽ തീരുമെന്ന് കരുതിയിരുന്നില്ല. പെട്ടെന്നായി അതിന് പരിഹാരം വന്നുചേരും. ചിലർക്ക് പുതിയ ധനം വരുമ്പോൾ അത് വിശ്വസിക്കാനാകില്ല. കാരണം നിങ്ങൾക്ക് അതിനു മുൻപ് തുടർച്ചയായി ദുരന്തവും നഷ്ടവും മാത്രമേ തോന്നിയിരുന്നുള്ളൂ. പക്ഷേ ഇത് ജ്യോതിഷകാലം തന്നെയാണ് നിങ്ങളുടെ കർമ്മത്തിന്റെ വിശുദ്ധി കാണിക്കുന്നത്. അതിനാൽ നിങ്ങൾ ചെയ്യുന്ന പ്രതിഫലം മാത്രമായി ധനം കണക്കാക്കരുത്. അത് ആത്മാവിന്റെ മാറ്റത്തിന്റെ പ്രതീകമാണ്. പ്രണയം സംബന്ധിച്ച് ഈ സമയത്ത് ചിലർക്ക് പഴയ ബന്ധങ്ങൾ വീണ്ടും പുറത്തെത്താൻ സാധ്യതയുണ്ട്. അത് വെറും ഭാവനയല്ല, അത് കർമ്മത്തിന്റെ വഴിയാണ്. നിങ്ങൾ പുതിയ കണ്ണുകളോടെ കാണാൻ തുടങ്ങി.
യാൽ അതേ ബന്ധം വേറെ രീതിയിൽ തോന്നും. പഴയ പ്രണയം പുതിയ ആത്മാവിന്റെ കൂടെ ചേർന്നു വരുമ്പോൾ അതിന്റെ ആഴം വർദ്ധിക്കും. ചിലർക്ക് പുതിയ പ്രണയം വരും, അത് അപ്രതീക്ഷിതമായി തോന്നും. അതിന്റെ പിന്നിൽ ഗുരുവിന്റെയും ശുക്രന്റെയും കൂട്ടുശക്തിയാണ്. ഈ സമയം നിങ്ങളെ ശരിയായ വഴിയിലൂടെയേ പ്രണയിക്കാൻ പ്രേരിപ്പിക്കും. കുടുംബജീവിതത്തിൽ ചിലർക്ക് പുതിയ അനുഭവം വരും. പഴയ കാര്യങ്ങൾ കുറെ നാളായി വിട്ടിട്ട കാര്യങ്ങൾ വീണ്ടും തുറക്കും. അതിലൂടെ ഉണ്ടാകുന്ന സംഘർഷം താൽക്കാലികമായിരിക്കും, പക്ഷേ അതിന്റെ ഫലം സ്ഥിരമായി നല്ലതായിരിക്കും. ചിലർക്ക് കുടുംബത്തിൽ നിന്നുള്ള പിന്തുണയും വർദ്ധിക്കും, ചിലർക്ക് അത് കുറഞ്ഞിരിക്കും. അതിനെല്ലാം കാരണം നിങ്ങളുടെ കർമ്മത്തിന്റെ തുലാസാണ്. ആത്മാവിന്റെ മാറ്റത്തിന്റെ ഒരു ഭാഗമായി ഇതെല്ലാം കണക്കാക്കൂ. ആരോഗ്യപരമായി ഈ സമയത്ത് ശരീരത്തിന്റെയും മനസ്സിന്റെയും ഇടയിൽ അലിഞ്ഞുചേരുന്ന ഒരു സന്തുലനം നിങ്ങൾ കണ്ടെത്തും. മുൻപ് തുടർച്ചയായി വേദന തോന്നിയ കാര്യങ്ങൾ കുറയും, പക്ഷേ അതിനു മുമ്പേ ഒരു അസ്വസ്ഥത വരാം. അത് ശരീരം തന്നെ പുതിയ ഊർജം ഉൾക്കൊള്ളാൻ തയ്യാറാകുകയാണ് എന്ന അടയാളമാണ്. അതിനാൽ ധ്യാനം, പ്രാർത്ഥന, യോഗ തുടങ്ങിയ കാര്യങ്ങൾ കൂടുതൽ ഗൗരവത്തോടെ കൈക്കൊള്ളുക. ഈ സമയത്ത് ശരീരത്തിനു ലഭിക്കുന്ന പുതിയ ഊർജം യാഥാർത്ഥ്യത്തിൽ ആത്മാവിന്റെ പുനരുജ്ജീവനമാണ്. അടുത്ത 14 ദിവസങ്ങൾക്കുള്ളിലെ രണ്ടാമത്തെ വലിയ മാറ്റം നിങ്ങളെ പുറംപ്രപഞ്ചം കാണിക്കും. ഒരു അപ്രതീക്ഷിത സംഭവം നിങ്ങളുടെ വഴിയിൽ വരും, അതുകൊണ്ട് നിങ്ങൾ തീരുമാനം മാറ്റേണ്ടിവരും. അത് തെറ്റ് ആയിട്ടല്ല തോന്നുക, അത് പുതിയ തീരുമാനത്തിന്റെ തുടക്കം ആയിരിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾ തോന്നും, ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ എന്റെ സത്യം വഴി തന്നെ തെറ്റിപ്പോകുമായിരുന്നു. ഈ സമയം നിങ്ങളുടെ ആത്മാവിന്റെ ശക്തി കാണിക്കുന്നു, അതായത് നിങ്ങൾ പുറം ലോകത്തിന്റെ കിളിവിളികളെ കേൾക്കാതെ തന്നെ തെറ്റുമാറ്റാൻ തുടങ്ങിയിരിക്കുന്നു. മൂന്നാം ഘട്ടത്തിൽ നിങ്ങളുടെ ആത്മാവ് തീരുമാനം എടുക്കും, ഇനി ഞാൻ എന്റെ യഥാർത്ഥ സ്വത്ത് തിരിച്ചു കണ്ടെത്തും. അതായത് നിങ്ങളുടെ സത്യസ്വഭാവം, നിങ്ങളുടെ യഥാർത്ഥ മൂല്യം, നിങ്ങളുടെ ആത്മാർത്ഥത. അതിന്റെ ഫലം പുറത്ത് വളരെ വ്യക്തമായി തോന്നും. ചിലർ നിങ്ങളെ തെറ്റായി കണ്ടിരുന്നു എന്ന് തോന്നിച്ച കാര്യങ്ങൾ തീരുമാനത്തിലൂടെ മാറും. അതേസമയം നിങ്ങൾക്ക് തോന്നും, ഞാൻ അത്ര തെറ്റായിരുന്നു എന്നല്ല, ഞാൻ തന്നെയായി നിന്നിട്ടില്ല. ഈ മാറ്റം തന്നെയാണ് തുലാം രാശിക്കാരന്റെ ആത്മാവിനെ ഉള്ളിൽ നിന്ന് മാറ്റി മുഴുവൻ രൂപം നൽകുന്ന നിമിഷം. നിങ്ങൾ കരുതിയ ഇത്ര വലുതായിരിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഇത് ഒരു തലമുറയിലുള്ള ഒരു പ്രത്യേക കർമ്മമാറ്റമാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് വരുന്ന സംഘർഷങ്ങൾ വെറും സംഭവങ്ങളല്ല, അത് നിങ്ങളുടെ വിധിയുടെ റീവൈറ്റിംഗ് ആണ്. അപ്പോൾ തന്നെ നിങ്ങൾ തീരുമാനിക്കും, ഞാൻ ഇനി മറ്റുള്ളവരുടെ കണ്ണിൽ എന്നെ കാണില്ല, ഞാൻ എന്റെ സ്വന്തം ആത്മാവിന്റെ കണ്ണിൽ എന്നെ കാണും. ഈ സമയം തന്നെയാണ് നിങ്ങളുടെ ആത്മാവിന്റെ പുനർജന്മം തുടങ്ങുന്ന തീയതി. നിങ്ങൾ കഴിഞ്ഞ കാലത്ത് അനുഭവിച്ചതെല്ലാം ബന്ധിതമായി തോന്നിച്ച ഭാരങ്ങളായിരുന്നു. ഇപ്പോൾ അതേ ഭാരങ്ങൾ തന്നെ നിങ്ങളുടെ ശക്തിയുടെ തുടർച്ചയായി മാറും. ചിലർ കരുതും, ഇത്ര കഠിനമായി വന്നതുകൊണ്ട് ഭാവി ഇനി കുറച്ചുകാലം ഇരുണ്ടതായിരിക്കും. അതു തെറ്റ്. ഇത്ര കഠിനമായി തുറന്നതുകൊണ്ടാണ് അടുത്ത ഘട്ടം നിങ്ങളെ സൗമ്യമായ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾ കേട്ടതായിരിക്കാം, ഇത് വിധിയുടെ മാറ്റമാണ്, അതുതന്നെയാണ് സത്യം. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചിലത് ലളിതമായിരിക്കും. ആദ്യം നിങ്ങൾ തന്നെ നിങ്ങളുടെ സംസാരവും ചിന്തയും ശ്രദ്ധിക്കുക. നിങ്ങൾ മറ്റുള്ളവരോട് എന്തു പറയുന്നു, നിങ്ങൾ എന്തു പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു എന്നത് ഒരു പ്രധാന ചിഹ്നമാണ്. രണ്ടാമത്, പ്രാർത്ഥനയുടെ ഭാഗമായി ധ്യാനം ചേർക്കുക. അത് നിങ്ങളുടെ മനസ്സിനെ സ്ഥിരമാക്കും, അതുകൂടാതെ നിങ്ങളുടെ ആത്മാവിനെ കരുത്തുറ്റതാക്കും. മൂന്നാമത്, പഴയ കാര്യങ്ങൾ കുറെ നാൾ കഴിഞ്ഞ് തുറന്നു കാണിക്കുമ്പോൾ അതിൽ വേദന പോലെ തോന്നും, അതിന് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, അത് തന്നെയാണ് ആത്മശുദ്ധി. അടുത്ത 10,000-ൽ നിന്നുള്ള ദിവസങ്ങളിൽ മൂന്നാമത്തെ വലിയ മാറ്റം നിങ്ങളെ പുറംലോകത്ത് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. ചിലർക്ക് അത് ഒരു പുതിയ ബന്ധം ആയിരിക്കും, ചിലർക്ക് അത് അവരുടെ ജീവിത തീരുമാനം മാറ്റുന്ന ഘട്ടം ആയിരിക്കും. നിങ്ങൾക്ക് തോന്നും, ഇത്ര കാലം ഞാൻ ചെയ്തതെല്ലാം ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു. അതുതന്നെ നിങ്ങളുടെ ആത്മാവിന്റെ സംഗമം. നിങ്ങൾ ഇനി യാഥാർത്ഥ്യത്തിന്റെ കൂടെ നിന്നുകൊണ്ട് മാത്രമേ ജീവിക്കൂ. അതിനാൽ തന്നെ ഇതേ സമയം നിങ്ങളുടെ ഭാവി അടിക്കപ്പെടും. അതിനാൽ തുലാം രാശിക്കാരെ, നിങ്ങളെ ഉള്ളിൽ നിന്ന് മാറ്റാൻ പോകുന്ന ഈ നിമിഷം വെറും വാക്കല്ല, അത് യാഥാർത്ഥ്യമായി വരുന്ന ഒരു കർമ്മശക്തിയാണ്. നിങ്ങൾ ഇതുവരെ താങ്ങിപ്പിടിച്ച പഴയ ഞാൻ, അതിന്റെ ഭാവാത്മക ബന്ധങ്ങൾ, അതിന്റെ പേടികളെല്ലാം അധികം കാലം ഈ കാലത്ത് തുടരില്ല. അതിനു പകരം നിങ്ങൾ കാണും, ഒരു ശാന്തമായ, ശക്തമായ, സത്യമായ ആത്മാവ് നിങ്ങളുടെ ശരീരത്തിനു അകത്തു പ്രവേശിക്കുന്നു. അതിന്റെ ഊർജം കൊണ്ട് നിങ്ങളുടെ ജീവിതം പുതിയ നിറം കാണിക്കും. ആരും തന്നെ ഇത്ര വലിയ ആത്മിക മാറ്റം ജീവിതത്തിൽ അനുഭവിക്കുന്നു എന്ന് അറിയാതെ ജീവിക്കും. പക്ഷേ നിങ്ങളുടെ ജ്യോതിഷകാലം നിങ്ങളെ അതിന്റെ ലക്ഷ്യത്തിലേക്ക് തുറന്നുകൊണ്ടുവരുന്നു. അതിനാൽ ഈ സമയത്ത് നിങ്ങൾ തീരുമാനിക്കും, ഞാൻ നിരാശനാകില്ല, ഞാൻ അടിയറവല്ല, ഞാൻ നിലനിൽക്കും. അതിന്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ തലത്തിലും വെളിപ്പെടും. കാര്യം ചെയ്യുമ്പോൾ അറിയില്ല, പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ അറിയും. അടുത്ത 7 ദിവസങ്ങൾക്കുള്ളിൽ ആദ്യ മാറ്റം നിങ്ങളുടെ മനസ്സിൽ തുറക്കും. അടുത്ത 10,000-ൽ നിന്നുള്ള ദിവസങ്ങളിൽ രണ്ടാമത്തെ മാറ്റം നിങ്ങളുടെ പ്രവൃത്തിയിലും ജീവിതത്തിലും പ്രവേശിക്കും. അടുത്ത ഘട്ടത്തിൽ മൂന്നാമത്തെ